ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ കേക്കിൻ്റെ റെസിപ്പിയാണേ. സാധാരണ നമ്മൾ ഏതൊരു കേക്ക് കഴിക്കുന്നതിനേക്കാളും ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ നാരങ്ങ കേക്കിന്. ശരിക്കും ആ നാരങ്ങയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ എടുത്തറിയാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. മാത്രമല്ല ഓവനോ ബീറ്ററോ മുട്ടയോ ഒന്നും തന്നെ ഇതിന് മിക്സിയുടെ ജാറ് പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ചീഞ്ചട്ടിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ കേക്ക് തന്നെയാണ്. എല്ലാവരും ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ലെമൺ കേക്ക് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു നാരങ്ങ തന്നെയാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന നാരങ്ങ അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നാരങ്ങ 2 എണ്ണം വേണം നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ നാരങ്ങയുടെ പുറത്തുള്ള ഈ തൊലിയുണ്ടല്ലോ അത് പതുക്കെ എങ്ങും ഗ്രേറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അതായത് ഇതേപോലെ ഗ്രേറ്റർ ഉപയോഗിച്ച് ഉള്ളിലെ ആ വെള്ള ഭാഗം വരാതെ പുറത്ത് ആ തൊലി ഭാഗം മാത്രം വരാനായിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഒട്ടും തന്നെ വെള്ളഭാഗം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു കയ്പ്പ് കയറി വരും. അതുകൊണ്ടാണ് സാവധാനം ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ആ വെള്ളഭാഗം വരാതെ മഞ്ഞ ഭാഗം മാത്രം എടുക്കുക. അങ്ങനെ നമ്മൾ നാരങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതായതുകൊണ്ടാണ് ഇത്രയും ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവും നമുക്ക് കിട്ടിയത്. ഇനി ബാക്കി വരുന്ന ഈ നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് നാരങ്ങ നീരും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങ ആയതുകൊണ്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ലെമൺ ജ്യൂസ് നമുക്ക് കിട്ടും. അത്രയും തന്നെ നമുക്ക് വേണം. കണ്ടോ, 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ലെമൺ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കേക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെ എടുക്കുക. അപ്പോൾ ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ നല്ലതായിട്ട് ഉണങ്ങിയ ബൗൾ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് നല്ല കട്ട തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തൈരിന് ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാൽ തീരെ പുളി കുറവുമില്ല. ഒരു മീഡിയം സൈസുള്ള പുളിയാണ് നമുക്കുള്ളത്. 1/4 കപ്പ് തൈരും അതേപോലെ തന്നെ 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഓയിലാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതും കൂടി ചേർത്ത് കൊടുത്ത് ബീറ്ററൊന്നുമില്ലാതെ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ പോരാ, നല്ലതുപോലെ നല്ല സ്പീഡിന് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 5-6 മിനിറ്റെങ്കിലും എടുത്ത് നന്നായിട്ട് കൈയെടുക്കാതെ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓയിലിനേക്കാൾ നല്ലത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ബട്ടറാണ്. ഇനി ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം 1/4 കപ്പ് ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ പാം ഓയിലോ ഒന്നും ചേർക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ അതേപോലെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള കണക്കാട്ടോ 1/2 കപ്പ്. 250 ml കപ്പിനാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൊങ്ങി വരാനായിട്ട് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെയും നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എന്നാലാണ് എന്തെങ്കിലും കല്ലോ പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുള്ളൂ. മാത്രമല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും ഇതേപോലെ അരിച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒരുപാടൊന്നും ചേർക്കേണ്ട, 1/4 കപ്പ് അത്രയും മതിയാവും. തിളപ്പിച്ചാറിയ പാലൊന്നുമില്ല, സാധാരണ കവർ പാൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സായി കഴിഞ്ഞാൽ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽ ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കേണ്ട, അതായത് ഇതേപോലെ 2 ആയിട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ നാരങ്ങയുടെ ആ തൊലിയുണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ നാരങ്ങയുടെ തൊലിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും.
നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നുന്നുണ്ടെങ്കിൽ അളവുകളൊക്കെയും കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ക്വാളിറ്റി ഉള്ളത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ലെമൺ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഞാൻ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ലെമണിൻ്റെ ഫുഡ് കളർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 2 തുള്ളി അത്രയും മാത്രം മതിയാവും. നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അളവുകളൊക്കെയും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും കൂടുതലില്ല. അതേപോലെ തന്നെ മാവാണെങ്കിലും കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ചേർത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങ് വിട്ടു പോരുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് പറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സും കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ലെയറായിട്ട് വേണം കേക്ക് ടിന്നിലേക്ക് വീഴാനായിട്ട്. അതാണ് കേക്കിൻ്റെ കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാം 250 ml കപ്പിനാണ്. കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിനാണെങ്കിലും എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒരു 4-5 തവണ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് കനമുള്ള നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതിനുശേഷം ഒരു 30-35 മിനിറ്റ് അത്രയും മാത്രം മതിയാവും. എല്ലാ കേക്കിനും ഒരേ ടൈം തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിരിക്കാം. അപ്പം നമ്മുടെ കേക്കൊക്കെ അവിടെ ഇരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അങ്ങനെ ഒരു 35 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുവാണേ. കണ്ടോ, നമ്മുടെ കേക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഉള്ളൊക്കെ റെഡിയായെന്ന് അറിയാനായിട്ട് ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. നമ്മുടെ ഈ കത്തിയിലോ സ്റ്റിക്കയിലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കി വെച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേട്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ ലെമൺ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേട്ടോ ഇതിങ്ങ് പുറത്തേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് വിട്ടു പോരുള്ളൂ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന്. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്ത് ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. കണ്ടു, നമ്മുടെ കേക്ക് ടിന്നാണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കിയതാണെന്ന് പറയുക പോലുമില്ല, അത്ര ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേക്കിൽ നിന്ന് ബട്ടർ പേപ്പറും കൂടി ഇതേപോലെ ഇങ്ങ് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, സൈഡൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ കളറൊന്നും മങ്ങാതെ അതേപോലെ തന്നെ നമ്മുടെ യെല്ലോ ഫുഡ് കളർ ചേർത്തുകൊണ്ട് ചെറിയൊരു യെല്ലോ കളറിലൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടോ നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. ഒരുപാട് കട്ടിയൊന്നുമില്ല, നല്ല പഞ്ഞി പോലുള്ള കേക്ക് തന്നെയാണ്. അത് നമുക്ക് ആ കത്തി വെച്ച് മുറിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കത്തി വയ്ക്കുന്ന വഴി തന്നെ നന്നായിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ സാധാരണ കേക്ക് കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നാരങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും എടുത്തറിയാനായിട്ട് തന്നെയുണ്ട് കേട്ടോ. കണ്ടോ, ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാരങ്ങയൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഇതേപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കയ്യിൽ ഒരു നാരങ്ങ ഉണ്ടായാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് ടൈപ്പ് കേക്കിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ടുള്ള കേക്കും അരിപ്പൊടി കൊണ്ട് ആവിയിൽ വെച്ച കേക്കും അതേപോലെ തന്നെ റവ കേക്കും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവുന്ന ഒരുപാട് കേക്ക് റെസിപ്പീസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.